അപ്പൊ മാത്യുവിനുള്ളതോ? അവനുണ്ടാക്കി കാണും. എന്തുകൊണ്ടാ സെപ്പറേറ്റ് വീട്ടില് നിക്കുന്നത്? വി ഹാവ് ഡ്രഗ് ഡീൽസ് ടു. ഏയ്, ചുമ്മാ ഒരു കണ്ണിപ്പൊടിയിട്. നീ പണ്ട് പറഞ്ഞ പോലെ നമ്മൾ പവർഫുൾ ആണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിച്ച വി ക്യാൻ ഹൈഡ് അവർ ട്രൂ സെൽഫ്. സൊസൈറ്റിയുടെ ഒരു പ്രിജുഡൈസ് ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ നടക്കൂ, അങ്ങനെ ഡ്രസ് ചെയ്യൂ, ഇങ്ങനെ സംസാരിക്കൂ എന്നൊക്കെ. അതുവിടെ എനിക്ക് ഭ്രാന്താകുന്നുണ്ട്. ശരി, ഇത് കഴിക്കും. എങ്ങനെയുണ്ട്? അമ്മ വെക്കുന്ന പോലെ. ഹേയ്, അമ്മയെ കാണണോ? നമുക്ക് പോയി കാണാടാ. വേണ്ട. അതെന്താ? കരയില്ലേ? നമ്മൾ ആദ്യമായിട്ട് ജനിക്കുന്ന പോലെ നമ്മുടെ കൂടെ അവരും പുതിയ അച്ഛനും അമ്മയും ജനിക്കും. അവരും ആ സ്റ്റേജിൽ ആദ്യമായിട്ടാ. അവരുടെ പാരന്റ്സ് പറഞ്ഞത്, ഗ്രാൻഡ് പാരന്റ്സ് പറഞ്ഞത്, റിലേറ്റീവ്സ് പറഞ്ഞത്, ഇതൊക്കെയാ അവർക്ക് നമ്മളെ വളർത്താനുള്ള സ്റ്റഡി ഗൈഡ്. നൊന്ത് പ്രസവിച്ച മക്കള് അഭിമാനത്തിനും താഴെയാകുമ്പോ ഏതൊരച്ഛനമ്മയ്ക്കും സംഭവിക്കുന്ന തെറ്റ് ചിലര് തിരുത്തും, ചിലര് തിരുത്തില്ല. പക്ഷെ നിന്റെ അമ്മ, ഒരിക്കലെങ്കിലും നീ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്ക്. നമുക്ക് കാണാൻ പോയാലോ? അത് ശരിയാവില്ല. ട്രസ്റ്റ് മീ. ഇപ്പൊ ഞാനല്ലേ കൂടെ. എന്നെ വല്ലതും പറഞ്ഞാ ഞാൻ പോട്ടേന്ന് വെക്കും. പക്ഷെ നിന്നെന്തെങ്കിലും പറഞ്ഞാ അതപ്പോ അല്ലേ. അത് വേണോ? ഞാനുണ്ടോ കൂടെ? This place holds 1,000 memories. എന്ത് സംഭവിച്ചാലും ഇത്തവണ നമ്മൾ ഒന്നിച്ച് ഫേസ് ചെയ്യും. ആന്റി, ഐ ആം സോറി. ഞാൻ കാരണം. കാശി എവിടെ? വന്നിട്ടുണ്ട്. അവൻ സുഖായിരിക്കുന്നോ? എനിക്ക് തോന്നുന്നില്ല. നിനക്ക് വേണ്ടിയല്ല അവനന്ന് ഞങ്ങളെ വിട്ടിട്ട് പോയ. എന്നിട്ട് ഇപ്പോഴാണോ നിനക്ക് മനസ്സിലായ അവൻ നിന്റെ കൂടെ സുഖായിരിക്കില്ല? അവൻ എന്റെ കൂടെ അല്ലായിരുന്നു. പിന്നെ പറയുമ്പോ അവൻ നിങ്ങളെ കാണാൻ വന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ തൊട്ട് പറയണം. എങ്ങനെയാണ് അമ്മ നിന്നോട് മാപ്പ് ചോദിക്കുക? വേണ്ട. എത്ര വട്ടം വിളിച്ചു ഞാൻ കണ്ട. നീ എന്താ എടുക്കാഞ്ഞേ? എന്തിനെല്ലാം സഹിച്ച് ഇത്രയും വർഷം അവിടെ നിന്ന് തിരിച്ചു വരായിരുന്നില്ലേ? ജേടനെ കണ്ടേയില്ലായിരുന്നെങ്കിലോ നീ ഞങ്ങളെ കാണാൻ പിന്നെ വരുവയില്ലായിരുന്നോ? അത്രയുള്ളോ ഞങ്ങൾ 2 വയസ്സന്മാര് നോക്ക്. അമ്മ, ആന്റി. ശരി വാ, വീട്ടിൽ പോ. അച്ഛനൊന്നും പറയില്ല. നീ വാ. എന്തേ? മിസ് ചെയ്തല്ലേ ഒരുപാട്? We kissed here, right? Only kisses? Oi, Mr. Ambi. Shut up. Not now. Stop teasing me. Or I would pin you against the wall and kiss you until you beg for me to stop. You sounds like a top. And what if I'm a top also? I can do both. Then I won't mind to be a bottom for you.
ഡോണ്ട് ക്രൈ, ഓക്കെ? ഐ വിൽ ട്രൈ. വാ, താഴെ പോ. നീ കഴിച്ചോ? ഇല്ല. ഇവനെപ്പോ വന്നു? ഇന്ന് വൈകിട്ട്. എന്തിന്? നമ്മള് ചത്തോന്നറിയാനാണോ? പോയതല്ലേ അവൻ. 10 വർഷം വേണ്ടി വന്നോ തിരിച്ചു വരേണ്ട വഴി ഓർക്കാൻ? അവൻ. നീ ചോറെടുക്ക്, എനിക്ക് വിശക്കുന്നുണ്ട്. പോണ്ടാന്ന് ആരും പറഞ്ഞില്ലല്ലോ. കാശി, എന്താ പറയേണ്ടിയിരുന്ന ഞാൻ? പോണ്ട ഇവിടെ നിക്കുന്നോ? പറഞ്ഞാ കേൾക്കുമായിരുന്നോ നീ? ഒരു തക്കം കിട്ടിയാ നീ ഇവനെ അന്വേഷിച്ചു പോവും, അല്ലെങ്കിൽ ഇവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരും. എങ്ങനെയായാലും നാട്ടുകാരറിയും. ഇപ്പൊ എല്ലാവരുടെയും കടയിൽ നീ പുറത്ത് ജോലി ചെയ്യുക. അഭിമാനെങ്കിലും ബാക്കിയുണ്ടല്ലോ. ഇത് കേൾക്കാൻ വേണ്ടിയാണോ അമ്മ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് എന്നെ വിളിച്ചോണ്ടിരുന്നേ? അമ്മ മാത്രല്ല, ഞാനും വിളിച്ചിട്ടുണ്ട്. എന്റെ നമ്പർ കണ്ടാ നീ എടുക്കില്ലെന്ന് കരുതി. എന്നിട്ട് എടുത്തോ? എവിടുന്ന്? ശരിയാ, ഞങ്ങള് കാരണം നീ പോയെ. നീ വല്ല പെൺകുട്ടിയെയും അത് വേറെ മതത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാലും എനിക്ക് അറിയായിരുന്നു എന്ത് പ്രതിവിധി കാണണമെന്ന്. പക്ഷെ നീ പറഞ്ഞത് അങ്ങനെയുള്ളതാണോ? എനിക്ക് നിന്നെ തല്ലാന്നല്ലാതെ വേറെന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല, നിന്റെ അമ്മയ്ക്കും. ഞങ്ങളുടെ കാലത്തൊക്കെ ഒരേ മതാണേലും ജാതി വേറെ ആണെങ്കിൽ പിന്നെ വിപ്ലവ. അതൊക്കെ കണ്ടും കേട്ടും വളർന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനായ നിന്റെ അച്ഛനും അത്രയും വിവരം ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതിയാ മതി. പറ്റിപ്പോയി, എന്ത് ചെയ്യാനാ? ഞങ്ങൾക്കിതൊന്നും അത്ര പെട്ടെന്ന് ദഹിക്കില്ല. സമയമെടുത്തു. പക്ഷെ അപ്പോഴേക്കും എല്ലാ ദിവസവും വിളിക്കും. ആരാടോ ഒന്ന് സഹായം തേടാ. ഇത് ചെന്ന് പറയാൻ പറ്റുമോ നിന്റെ വല്യച്ഛനോട്, മാമന്മാരോട്? പിന്നെ ഒരു കുഴിയെടുത്ത് മണ്ണിട്ട് മൂടിയാ മതി ഞങ്ങൾ. നീ ഞങ്ങളെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? പോയാ പോട്ടെ എന്ന് വെച്ചിരിക്കുന്നു കരുതിയോ? നീ നിന്റെ അമ്മയെ കണ്ടോ? എത്ര വർഷമായി മര്യാദയ്ക്കൊന്നും ഭക്ഷണം കഴിച്ചിട്ട് എന്ന് ചോദിച്ചു നോക്ക് നീ. തല്ലിപ്പോയി, അങ്ങനെ സംഭവിച്ചു പോയി. അതിത്ര വലിയ പൊറുക്കാൻ പറ്റാത്ത പാപാണെന്ന് അറിഞ്ഞില്ല. മോനെ ജയ്ഡ, നിനക്കറിയോ, +2 പഠിക്കുമ്പോ NSSന്റെ ക്യാമ്പിന് 7 ദിവസം നിൽക്കാൻ പോയവൻ 3-ാമത്തെ ദിവസം തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് എന്റെ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഗ്രേസ് മാർക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കൂവിയാവുന്നേ. എന്നിട്ട് ഇവൻ ഒരാഴ്ച സ്കൂളിൽ പോയില്ല, പിള്ളേര് കളിയാക്കുന്നു പറഞ്ഞു. കോളേജിൽ ചേർത്തപ്പാണെങ്കിലോ എല്ലാ ആഴ്ചയും വീട്ടിൽ വരും. അത് നിനക്കറിയാലോ. അങ്ങനെയുള്ള ഇവരാ 10 വർഷമായിട്ട് ഇവളോടൊന്നും ഫോണിൽ പോലും സംസാരിക്കാത്ത. എനിക്ക് പറ്റിയൊരു ചെറിയ പിഴവിന് എന്തിനാ മോനെ നീ ഞങ്ങൾക്ക് ഇത്ര വലിയ ശിക്ഷ തന്നെ? അച്ഛാ, സോറി അച്ഛാ. സാരല്ല, പോട്ട്. നീ കരയല്ലോ. പോനച്ഛനോട് ക്ഷമിക്കും. അമ്മ, ഐ ആം സോറി. എടാ വാടാ. അച്ഛനല്ലേ വിളിക്കുന്നേ, വാ. ഫൈനലി ഐ ഫീൽ റബ്ഡ്. എല്ലാത്തിനും അതിൻ്റെതായ ടൈം ഉണ്ടെന്നാണല്ലോ. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ഹൈഡ്. അതൊരു ടാസ്കേ അല്ല. ലീവ് ദാറ്റ് ഫോർ മീ. യു നോ വാട്ട്? Our love is moonlit. I didn't catch that. A love that only exists in the shadows because we are hiding. ജേഡ, നമുക്ക് വയസ്സായതുകൊണ്ടാണോ, ഇത്ര നാളത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ടാണോ, എന്തോന്ന് മിസ്സിംഗ് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു? നമുക്ക് വയസ്സായോ? റിയലി? ലെറ്റ് മീ ക്ലാരിഫൈ ദാറ്റ്. വാട്ട്? നിനക്ക് വയസ്സ് കൂടിയോന്നു? അവര് കേൾക്കും. നീ എന്താ ഉദ്ദേശിക്കുന്നത്?
Are you for real? അവരെണീറ്റോ? രണ്ടും കുളിച്ച് അമ്പലത്തിൽ പോയി. അപ്പോഴാ. അയ്യോ, പേടിക്കണ്ട, അവര് പണ്ടും പോയതല്ലേ. അതുപോലല്ലോ. അതെന്താ, അവര് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചിട്ടാണോ പോകുന്നത്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. നിന്നോട് പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ. അതെ, അവന്മാര് പണ്ടും ഇഷ്ടത്തിലായിരുന്നു. എന്നിട്ട് നമ്മൾ അറിഞ്ഞു. എന്നാലും എന്റെ വലിയ ആഗ്രഹമായിരുന്നു അവന്റെ കുഞ്ഞിനെ കാണണമെന്ന്, അച്ചച്ചാറ് വിളി കേൾക്കണമെന്ന്. ഇനിയിപ്പോ അതൊന്നും നടക്കില്ലല്ലോ. പറഞ്ഞിട്ടെന്താ. നിങ്ങൾ എത്തിയോ? വാ, ഇരിക്കേ. ശാന്തി വല്ലതും ചോദിച്ചോടാ? എപ്പോ എത്തിയെന്ന് ചോദിച്ചു. കൈ കഴുകിയിരിക്കും, കഴിക്കാം. വാ. കാശി വന്നിട്ടുണ്ടോ? ആ, ഇന്നലെ വൈകിട്ട്. നീ എന്തൊരു പോക്കാടാ ചെക്കാ പോയെ? പിന്നെ ഈ വഴി കണ്ടില്ലല്ലോ. എങ്ങനെയുണ്ട് UK? കൊഴപ്പില്ല. ഞാൻ അഞ്ജുവിന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. ആ, മിനി പറഞ്ഞായിരുന്നു. അറിയാലോ, ലവ് മാരേജാ. ഈ കാലത്ത് അതൊന്നും വലിയ പ്രശ്നമല്ലല്ലോ. പിന്നെ ഒരേ കൂട്ടരായോണ്ട് ഒരു സമാധാനം. ഏത്? ചായ എടുക്കട്ടെ? അയ്യോ, ഒന്നും വേണ്ട. അപ്പൊ നിങ്ങള് കുടുംബസമേതം വരണം. ഈ 10-ന് നമ്മുടെ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് കെട്ട്. 11-നും 11:30 ഇടയിലാണ് മുഹൂർത്തം. ഇവനപ്പോഴേക്കും തിരിച്ചു പോവായിരിക്കും. ഞങ്ങൾ എന്തായാലും വരാം. അത് ശരി. അതെന്ത് പോക്കാടാ? അല്ല, ഇതാരാ? UK കൂടെ വന്നതാ? ആ, അതെ. അല്ല, കാശിക്ക് ഇപ്പൊ 30 വയസ്സായില്ലേ? 29. ആ, 30 ആവാനായല്ലോ. കല്യാണം നോക്കുന്നില്ലേ? അത് ഇപ്പൊ വേണ്ടാന്നാ. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാ? അതോ നീ അവിടെ വല്ല മതമേനയും കെട്ടിയോ? അല്ലെങ്കിലും അവിടെ ഇപ്പൊ ഫുൾ ഇന്ത്യക്കാരാണല്ലോ അല്ലേ? അല്ല, ഞാനിപ്പോ നോക്കുന്നില്ല. പിന്നെ എപ്പോഴത്തേക്കാ? നല്ല കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കരുത്. നിങ്ങൾ ആരെയും കണ്ടു വെച്ചിട്ടില്ലെങ്കിൽ പറ, എന്റെയിലുണ്ട്. അല്ല സന്തോഷം, ഇപ്പൊ വേണ്ട. എന്റെ ചേച്ചി, നിങ്ങൾക്കും പ്രായമായി വരുമല്ലേ? ഇവന്റെ കല്യാണമൊക്കെ നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലത്ത് വേണം നടത്താൻ. നമുക്ക് ആലോചിക്കാം. എന്നാ എന്റെ ഒരു കൊച്ചുണ്ട്, ഹരിത. ഏത്? ആ ഡോക്ടറിന്റെയോ? അതന്നെ. എന്താ ഒരു മുടി. നമുക്കൊന്ന് പറഞ്ഞു വെക്കാന്നേ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയാലോ? ഇതെന്താ സ്ഥലക്കച്ചവടോ? പോയാ പോയില്ലേ. നല്ല കൊച്ച, നല്ല കുടുംബ, നമ്മുടെ കാശിക്ക് ചേരും. കാണാൻ എങ്ങനെയാ? നല്ല ഭംഗിയുള്ള കൊച്ചല്ലേ? ഇപ്പൊ അക്കൗണ്ട് എന്നാ വേടെ UK കൊണ്ടുപോവാലോ. എന്നാ നോക്കിയാലോ അച്ഛാ? അത് നോക്കാന്നേ, ഞാൻ തന്നെ പോയി പറയാം. എന്തോ കരിഞ്ഞു മണക്കുന്നുണ്ടോ? സ്റ്റവ് ഓഫ് ആക്കിയില്ലേ ചേച്ചി? ലിവറാ. ആഹാ, ഇന്നിവിടെ ലിവറാ? പോത്തിന്റെയോ കോഴിന്റെയോ? നല്ല ഒന്നാം തരം നസ്രാണിയുടെ. നസ്രാണിയോ? ഓ, പോർക്ക്. നിങ്ങൾ അതൊക്കെ കൂട്ടുവോ? ഇവിടെ എന്തും പോവും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. കൊറേ വിളിയുള്ളതാണേ. ഓ, ആയിക്കോട്ടെ. പിന്നെ മറ്റേ ആലോചന വേണ്ട. അവന് UK ഒരു കൊച്ചിനെ ഇഷ്ടാ. ആരോടും പറയണ്ട. എനിക്ക് അപ്പോഴേ തോന്നി. ശരിയെന്നാ ചേച്ചി, ഞാൻ ഇറങ്ങി. ആ ശരി. കാശി മോനെ, കൂട്ടുകാരാ. ആ, ഓക്കെ അങ്കിൾ. അച്ഛൻ, ഞാനൊന്ന് റൂമിൽ പോയിട്ട് വരാം. അങ്കിളിൽ ഞാനും. ചെല്ല് ചെല്ല്. നിക്കള പട്ടി അവിടെ.